കലാമേളയിൽ മാത്രമല്ല ശാസ്ത്രമേളയിലുമുണ്ട് നാടകാവതരണങ്ങൾ. ജംബുക കുഞ്ചര പഞ്ചാനന വിഭിന്നം വേറിട്ടൊരു നാടകാവിഷ്കാരമായി. ആശങ്ക തീർക്കുന്ന രോഗത്തെ സാമൂഹിക പ്രസക്തിയോടെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടുകയാണ് ജംബുക കുഞ്ചര പഞ്ചാനന വിഭിന്നം എന്ന നാടകം. അമീബിക് മസ്തിഷ്കജ്വരം എന്ന മാരകമായ രോഗമാണ് വേദിയിൽ ചർച്ചയായത്. കുറുക്കൻ, ആന, സിംഹം, കാട് എന്നിങ്ങനെ അർത്ഥം വരുന്ന ഈ ശീർഷകം പോലെ മനുഷ്യന്റെ ഇടപെടൽ മൂലം വനത്തിൽ സംഭവിക്കുന്ന ദുരന്തമാണ് നാടകം പറയുന്നത്. മലിനീകരണം മൂലം പ്രകൃതിയുടെ നിലവിളിയും ദുരന്തവും പ്രമേയമാകുന്ന നാടകത്തിന്റെ കാതൽ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയാണ്. മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ കാരണം കാടും കാടിനുള്ളിലെ പുഴയും മലിനമാകുകയും ഈ മലിനീകരണം മൂലം മലീമസമായ പുഴയിലെ വെള്ളത്തിലൂടെ കുറുക്കൻ കുടുംബത്തിലെ കൊച്ചുകുഞ്ഞ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണമടയുന്ന രംഗങ്ങളിലൂടെ മലിനീകരണത്തിന്റെ തീവ്രത നാടകം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പനി, ജലദോഷം, തലവേദന, പെരടി വേദന, ശരീരവേദന ഇതൊക്കെ അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ കിച്ചണിൽ ഇങ്ങനൊരു വാഹനം വന്നത്. കുറുക്കനല്ലടി, അറിയില്ലായിരുന്നു ഇങ്ങനൊരു വാഹനത്തെ പറ്റി അറിയില്ലായിരുന്നു. മലിനജലത്തിലൂടെ പകരുന്ന അമീബിക് മസ്തിഷ്കജ്വരം എന്ന മാരകരോഗത്തെ ഒരു പാരിസ്ഥിതിക ദുരന്തമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കാനുള്ള നാടകത്തിന്റെ ശ്രമം പുതിയൊരു ചിന്തയ്ക്ക് തുടക്കമിടുന്നതാണ്. ഈ നാടകം വിജയകരമായി അരങ്ങിലെത്തിച്ചതിന് പിന്നിൽ സ്കൂളിലെ പ്രധാനാധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ശക്തമായ കൂട്ടായ്മയുണ്ട്. ശാസ്ത്ര നാടകത്തിന് ജീവൻ നൽകിയ തിരക്കഥ ഒരുക്കിയത് രഘുമാഷാണ്. എന്ന് പറയുന്നത് നാടകം തന്നെയാവണം, വെറുതെ ഇങ്ങനെ സയൻസ് ഡ്രൈ ആയിട്ട് പറയേണ്ട ഒന്നാവരുത്. കുട്ടികളുടെ നാടകവേദിയുടെ ഒരു മൂഡില് ആ കഥയെ കൊണ്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹം നല്ല ഡയറക്ടറെ ഒപ്പം കിട്ടി. ഇപ്പൊ കുട്ടികളെ എന്താ പ്രശ്നം വെച്ചാൽ അവരുടെ എനർജി ഒന്നും ചെലവാവാൻ അവർക്ക് വേറെ മാർഗങ്ങളില്ല. അപ്പൊ അവര് പലപ്പോഴും വേറെ പലയിലും ചെന്ന് വിടുന്നു. അതിനൊക്കെ മാറ്റത്തിന് ഇങ്ങനത്തെ സംഘങ്ങള് ഉണ്ടാവുകയും യൂത്ത് ഫെസ്റ്റിവലുകളും മേളകൾക്കും അപ്പുറം ഈ സംഘങ്ങൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയും പുറത്ത് സഞ്ചരിക്കുകയൊക്കെ ചെയ്യും. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡിവൈനാണ് നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രധാനാധ്യാപികയുടെയും പ്രിയ, ധന്യ, ഗീത എന്നീ അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ പരിശ്രമവും പിന്തുണയുമാണ് നാടകം സ്റ്റേജിലെത്തിക്കാൻ കരുത്തായത്. ജാരകം സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ പറയാറുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. കൂടെ നിന്നു. ധന്യ ടീച്ചർ ഉണ്ടായിരുന്നു, ഗീത ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ HM കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രഘുമാഷ് സ്ക്രിപ്റ്റ്, പിന്നെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഡിവൈൻ ഞങ്ങളുടെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിന്നു. ഏതായാലും കുട്ടികൾക്കൊക്കെ വളരെയധികം സന്തോഷമാണ്. ഒരു ഗവൺമെന്റ് സ്കൂൾ എന്ന നിലയിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കുട്ടികളുടെ ഒരു ഇഷ്ടത്തിന് പിന്നിൽ നമ്മൾ അണിനിരക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അങ്ങനെ ഒരു അധ്യാപക കൂട്ടം ഒരുമിച്ച് കൂടിയപ്പോൾ ഉണ്ടായതാണ് ശാസ്ത്രനാടകം. ടീച്ചേഴ്സിന്റെയും സാറന്മാരുടെയും എല്ലാം എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും വരെ എത്തിയിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നുണ്ട്. പിന്നെ സാറന്മാരൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ചെയ്തോണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. പ്രകൃതി സംരക്ഷണത്തിന്റെ അനിവാര്യത വിളിച്ചോതുന്ന ഈ നാടകം അമീബിക് മസ്തിഷ്കജ്വരം പോലുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള പൊതുബോധം വർദ്ധിപ്പിക്കുന്നതിനും മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കേണ്ട കരുതലിനെ ഓർമ്മിപ്പിക്കുന്നതിനും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.